എടാ, നീ അമ്മാവിന്റെ വീട്ടിലേക്ക് വരുന്നില്ലേ? ആ അമ്മേ, ഞാൻ പിന്നെ വന്നോളാം. നീ പിന്നെ അങ്ങോട്ടേക്ക് എത്തിക്കണം, ഞാൻ ഇറങ്ങുവാ. ശരി അമ്മേ, ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. സ്വന്തം ബെഡിൽ കിടക്കുന്ന സുഖം അതൊന്ന് വേറെ തന്നെയാണ്. എൻ്റെ ഫോൺ എവിടെയാ? ഇത് ശിവാനിയുടെ പ്രൊഫൈലല്ലേ? കേറി നോക്കാം. ഓൾഡ് പിക്ചർ, ക്യൂട്ട്. സാരിയിൽ കാണാൻ നിന്നെ എന്ത് ഭംഗിയാ പെണ്ണെ. വീഡിയോ പാട്ട് പാടുന്നല്ലേ? നോക്കാം. എന്തായാലും മേഡത്തിന്റെ പാട്ട് നന്നായിട്ടുണ്ട്. ഇനി സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങാം. ശിവ, നീ ഇതുവരെ കിടന്നില്ലേ? എന്തു പറ്റിയടാ അച്ഛന്റെ മോൾക്ക്? നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ് അച്ഛാ. ബട്ട് അപ്പു ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. മോളതിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട, വന്ന് കിടക്ക്. ലീവിന് ശേഷം ശരൺ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തി. അവൻ വരുന്നതും OPയിലേക്ക് പോകുന്നതുമെല്ലാം ശിവാനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു സന്തോഷം കൊണ്ട് അവളുടെ മനസ്സ് നിറയുന്നത് പോലെ അവൾക്ക് തോന്നി. ഇന്ന് OPയിൽ നല്ല തിരക്കാണല്ലോ. ഒരാഴ്ചത്തെ അപ്പോയിന്റ്മെന്റ് മുടങ്ങിയതല്ലേ, അതായിരിക്കും. ഹലോ മേഡം, എങ്ങോട്ട് പോവുക? ഡോക്ടറോ, ഞാൻ ക്യാൻറ്റീനിലേക്ക് പോവുക. ആണോ? എങ്കിൽ ഞാനും അങ്ങോട്ടേക്കാ. ആണോ? എങ്കിൽ വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ മേഡം, ശരി. വരൂ മേഡം, നമുക്ക് അവിടേക്ക് ഇരിക്കാം. ഇന്ന് OPയിൽ നല്ല തിരക്കായിരുന്നല്ലോ ഡോക്ടറെ. ഒരാഴ്ചത്തെ ലീവിന് ശേഷം വരുമല്ലേ, അപ്പൊ OP ഒക്കെ മുടങ്ങി കിടക്കുമായിരുന്നു, അതിന്റെ തിരക്കാ. ഡോക്ടറെ, നമ്മള് ഇത്രയൊക്കെ പരിചയക്കാരായ സ്ഥിതിക്ക് ഇനി ഈ മേഡം വിളി വേണ്ട. ഡോക്ടർ എന്നെ ശിവാനി എന്ന് വിളിച്ചാൽ മതി. എങ്കിൽ പിന്നെ മേഡം എന്നെ ഡോക്ടറെ എന്ന് വിളിക്കണ്ട, ശരൺ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, ശരി. അല്ല ഡോക്ടറെ, ആരായിരുന്നു നാട്ടിൽ മരിച്ചത്? ഞാൻ സിസ്റ്ററിനോട് തിരക്കിയപ്പോഴത്തേക്കാ ഒരു മരണമാണെന്ന് പറഞ്ഞത്. അതോ, അമ്മയുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു അമ്മാവനാ മരിച്ചത്. പിന്നെ അമ്മയ്ക്ക് അങ്ങോട്ട് പോവാതിരിക്കാനും പറ്റില്ല, അതാ പോയത്. പിന്നെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് ജോലിക്ക് വന്നിട്ട് ഇതുവരെ അങ്ങോട്ട് പോയില്ല, അതുകൊണ്ട് കൂടിയാ പോയത്. ഉന്നാലേ ഉന്നാലേ വിണ്ണാളെ ചെன்றേനേ ഉൻ മുന്നേ മെയ് കാണ നിன்றേനേ ഒരു സൊട്ട് കടലും നീ ഒരു പൊട്ട് വാനം നീ ഒരു പൊള്ളി പുയലും നീ ബ്രഹ്മിത്തേ ഒളി വീസും ഇരവും നീ ഉയിർ കേൾക്കും. അല്ല മോനെ, എന്താ നിന്റെ ഭാവി പരിപാടി? ഇതുപോലെ എന്നും ഒറ്റത്തടിയെ ജീവിക്കാനാണോ? നിന്റെ പ്രായമാ മഹിക്ക്, അവനിതാ ഒരു കുഞ്ഞാവാറായി. ഓ അമ്മ, ഇനി കുറച്ചുകൂടി സമയം എന്താ? ഈ കാര്യം മാത്രം പറയുമ്പോ എന്താ നിനക്ക് ഇങ്ങനെ? ഏതെങ്കിലും ഒന്നിനെ സ്വയമേ കണ്ടുപിടിക്കാൻ പറഞ്ഞാലാ അതിനും വയ്യ. എന്നാലേ അധികം വൈകിക്കൂല, ഉടനെ തന്നെ ഞാൻ ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാം. ഉണ്ടാക്കിയ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ മൂത്ത നരച്ച് ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അല്ല കൃഷ്ണേട്ടാ, നിങ്ങളുടെ മോള ഇങ്ങനെ അങ്ങ് നിർത്താനാണോ നിങ്ങളുടെ പരിപാടി? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല ഏട്ടാ,
അവൾക്കൊരു കല്യാണമൊക്കെ വേണ്ടേ? അവളുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കണ്ടേ? എടോ, കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്നൊന്നും അവൾ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. അവൾക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോ പോരെ. കഴിഞ്ഞു പോയതും നഷ്ടമായതൊന്നും അവൾക്ക് ഇനി തിരിച്ചു കിട്ടാൻ പോണില്ല. എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ എൻ്റെ മോള് പഴയതുപോലെ ആകണം. അതിനവൾക്ക് പറ്റിയൊരു കൂട്ട് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. എടോ, താനൊന്ന് സമാധാനിക്ക്, എല്ലാം ശരിയാകും. ഞാൻ സംസാരിക്കാൻ അവളോട്, പക്ഷെ കുറച്ചുകൂടി കഴിയട്ടെ. ശരണേട്ടാ, ആ മധു, നീയോ ചെക്കപ്പിന് വന്നതാണോ? ആ ഏട്ടാ, ചെക്കപ്പിന് വന്നതാ. എന്നിട്ട് അവനെവിടെയാ? ഞാനിവിടെ ഉണ്ട്. ഇന്ന് നീ ലീവാണോ? ഇവിടെ ലീവൊന്നുമല്ല, ഇവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോണം എന്ന് പറഞ്ഞായിരുന്നു. അവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങ് വരും. അപ്പോ മാധുവിനെ കൊണ്ടാക്കിയിട്ട് നീ എൻ്റെ അടുത്തേക്ക് ഒന്ന് വരണം. എടാ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ കുറെ നേരമായല്ലോ ചിന്തിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. കാര്യം പറയടാ. എടാ, അത് പിന്നെ എനിക്കൊരാളെ ഇഷ്ടമാണ്. ശിവാനി മേഡം ആയിരിക്കും. ആണ്. ഞാൻ അന്നൊരു കാര്യം പറഞ്ഞത് മോൻ ഓർക്കുന്നുണ്ടോ ആവോ? അപ്പൊ എന്തൊക്കെയാന്ന് പറഞ്ഞത്? അങ്ങനൊന്നുമില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എങ്കിൽ പിന്നെ നീ ആദ്യം നിന്റെ മേഡത്തിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നൊന്ന് നോക്ക്. എന്നിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ശിവാനിയല്ലേ പോകുന്നത്? അങ്ങോട്ട് പോയി നോക്കാം. ശിവാനി. ശരണം. എന്റെ ദൈവമേ, ഓഫായതുകൊണ്ട് ഇറങ്ങിയതായിരിക്കില്ലേ? ഹലോ ഡോക്ടറെ. അല്ല, ശിവാനി എന്താ പറഞ്ഞേ? ശരണ് ഏത് ലോകത്ത്? ഇന്ന് ഓഫായത് കൊണ്ടാണോ ഷോപ്പിങ്ങിന് ഇറങ്ങിയതെന്നാ ചോദിച്ചേ. ഞാൻ എന്തോന്ന് ചിന്തിച്ച് നിന്ന് പോയതാ. ഇന്ന് സൺഡേ അല്ലേ, ഓഫാണല്ലോ. അപ്പൊ ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിക്കാന്ന് വിചാരിച്ചു. ശിവാനി ഫ്രീ ആണോ? എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അങ്ങനെ പരിചയമില്ല. ശിവാനിക്ക് എന്റെ കൂടെ ഒന്ന് വരാമോ? പിന്നെ ഫുൾ ചെലവ് എന്റെ വക, ഞാൻ നോക്കിക്കോളാം. അതിനിപ്പോ എന്താ, ഞാൻ വരാലോ. ഇന്ന് ഞാൻ ഫ്രീയാ. ശിവാനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശിവാനിക്ക് പറഞ്ഞാൽ അറിയും. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മഹി. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓ മഹി, എനിക്കറിയാം. പക്ഷെ അവൻ എന്റെ കൂടെ വരാൻ പറ്റൂല. അവന്റെ വൈഫ് പ്രഗ്നന്റ്. ഓക്കെ ഓക്കെ.
മോനെ വാ ഫുഡ് കഴിക്കാം. മോനെ, നിന്നെ വിളിച്ചത്. എൻ്റെ ഈശ്വര, ഒരു അനക്കൂറ്റല്ലോ. ഇതെന്ത് പറ്റി? നിന്നെയല്ലേ വിളിച്ചേ? എന്താ അമ്മേ? നിന്നെ എത്ര നേരം കൊണ്ടാ വിളിക്കുന്നേ? എന്താ ഉണർന്നിരുന്നൊരു സ്വപ്നം കാണല്ലേ? ഒന്നുമില്ല അമ്മേ. എന്താ വിളിച്ചേ? കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്, വാ ഇങ്ങോട്ട്. ശിവ, മോളെ ശിവ, മോളെന്തായി ചിന്തിച്ചിരിക്കുന്നേ? ശിവ, ഒന്നുമില്ല അച്ഛാ. ശരി ശരി. പിന്നെ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് തന്നെയാണ് അച്ഛാ പോകുന്നത്. പിന്നെ നിന്നിലും ഞാൻ ആ പഴയ ശിവയെ കാണുന്നുണ്ട്. അതിന് കാരണം ഡോക്ടർ ശരണാണെന്ന് എനിക്കറിയാം. അങ്ങനെയൊന്നുമില്ല അച്ഛാ, നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്. ആയിക്കോട്ടെ, പക്ഷേ എന്റെ മോൾക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കാൻ തോന്നുവാണെങ്കിൽ അച്ഛന് വേറെ പ്രശ്നമൊന്നുമില്ല. ശരൺ നല്ല പയ്യനാണ്. അപ്പൊ ശരി മോളെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ. இதயம் ஒரு கண்ணாடி உனது பிம்பம் விழுந்ததடி இதுதானும் சொந்தம் இதயம் சொன்னதடி கண்ணாடி பிம்பம் கட்ட கை ஒன்றுமில்லையாடி கண்ணாடி போன்ற பிம்பம் ஆடுதடி நீ ஒன்று சொல்லடி பெண்ணே இல்லை நின்று கொள்ளடி கண்ணே எந்தன் வாழ்க்கையே உந்தன் விழிவில் இன்றில் என்னை துரத்தாதே உயிர் കരയേറാതെ. അപ്പോ ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ ഒന്നും എനിക്കറിയില്ല. അവൻ എൻ്റെ അടുത്ത് വരുന്ന ഓരോ നിമിഷവും നീയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ചിരി, സംസാരം എല്ലാം. പക്ഷെ അതൊന്നും സത്യമല്ലെന്ന് എനിക്കറിയും. എന്നാലും എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ശരണിനെ ഞാൻ ഫ്രണ്ടാക്കിയതെന്ന് എനിക്കൊരു തോന്നൽ. എക്സ്ക്യൂസ് മീ മാഡം. ശരണോ, കയറി വരൂ. ശിവാനി, ഇന്ന് ഈവനിങ് തനിക്ക് എൻ്റെ കൂടെ ഒന്ന് വരാമോ? എവിടേക്കാ? അതൊക്കെ സർപ്രൈസാ, അവിടെ ചെന്നിട്ടേ പറയാൻ പറ്റൂ. ഓക്കെ, ഞാൻ വരാം. അപ്പോൾ ശരി, ഈവനിങ് കാണാം. ഉന്നാലേ ഉന്നാലേ പിന്നാലെ ചെன்றേനെ ഉൻമുന്നേ മുൻമുന്നേ. എന്താ ശരൺ ഇവിടെ? എടോ, അത് പിന്നെ എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല. എടോ ശിവാനി, എനിക്ക് ഇതുവരെ ഒരു പെണ്ണിനോടും ഇങ്ങനൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ തന്നെ കണ്ടപ്പോഴാ ഇങ്ങനെയൊക്കെ. എടോ, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇതുവരെ എനിക്ക് പ്രണയം എന്താണെന്ന് പോലും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് തന്നെ കണ്ടപ്പോഴാ അങ്ങനെയൊക്കെ തോന്നിയത്. എടോ, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എടോ, തനിതെന്തൊക്കെയായി പറയുന്നേ? താൻ എന്തറിഞ്ഞിട്ടാ? തനിക്ക് എന്നെ പറ്റി എന്തറിയാം? ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോണില്ല. എനിക്കിങ്ങനൊന്നും പറ്റില്ല. ജസ്റ്റ് ലീവ് മീ അലോൺ. ശരിയാ, എനിക്ക് തന്നെ പറ്റി ഒന്നും അറിയില്ല. പക്ഷേ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് തന്നെ സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ അപ്പുവിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, ആഗ്രഹിച്ചിട്ടുള്ളൂ. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് ശിവ. എത്രത്തോളം ഇഷ്ടമുണ്ട്? ശിവ 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 ശിവ, ഒരു മതാടി. ശിവ, എങ്ങോട്ട് പോവാ? നിക്കടി അവിടെ. അപ്പോ പ്ലീസ് അപ്പോ വീട് വേണ്ട കേട്ടോ. വേണം ശിവ. I like your lips and eyes, everything. I like your lips. ഞാൻ പോകുന്നു. മീനമ്മ അതികാലയിലും അന്തിമാലയിലും മുന്തൻ ஞாபகமே. Hey,
ശിവ 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 കണ്ണു തുറക്ക് ശിവ. ശിവ എന്താ പറ്റി ശിവ? ഡോക്ടർ, ശിവയ്ക്ക് എന്ത് പറ്റി? ശിവയ്ക്ക് ചെറുതായിട്ടൊന്ന് BP കുറഞ്ഞതാ. കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ ശരൺ, ഞാനൊന്ന് മോളെ കണ്ടിട്ട് വരാം. ഓക്കെ സാർ, കയറി കണ്ടോളൂ. എടാ എന്താ സംഭവിച്ചേ? എന്ത് പറ്റിയതാ? നീ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. എടാ നീ എന്തിനാ കരയുന്നേ? എടാ ഇന്ന് അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് കാരണം ഞാൻ ഒന്നും വേണ്ടിയിരുന്നില്ല. എടാ നീ ഒന്ന് തെളിച്ച് പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല ഈ അപ്പു ആരാ? എനിക്കും കൃത്യമായിട്ടൊന്നും അറിയില്ലടാ. നീ ഇവിടെ നിൽക്ക്, ഇത് ശിവയുടെ ബാഗാ, ഞാൻ കൊടുത്തിട്ട് വരാം. എടാ ബാഗിൽ നിന്ന് എന്തോ താഴെ വീണു. എന്തോ ഫോട്ടോസ് ആണെന്ന് തോന്നുന്നു. എടാ മഹി, എടാ ഞാനിതെന്ത് ചെയ്ത്? എടാ എടാ എന്താ അതിലുള്ളത്? എടാ അപ്പോ അവള്, എടാ നീ ഇതൊന്ന് അവക്ക് കൊടുത്തേക്ക്, ഞാൻ പോകുക.